നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റിന് കാസർഗോഡ് തുടക്കമായി. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മതിയായ രേഖകളില്ലാതെ KSRTC ബസ്സിൽ പണം കടത്തിയ സംഭവം. ദക്ഷിണ കന്നഡ സ്വദേശി പിടിയിൽ. കാസർഗോഡ് CPCRയിൽ റീയൂണിയൻ സംഘടിപ്പിച്ചു. ബാക്ക് ടു ഹിൽ ബ്ലോക്ക് എന്ന പേരിലായിരുന്നു പരിപാടി. പള്ളിക്കരയിൽ നിർമ്മിച്ച CPM ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം നടന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. കുമ്പള ചർച്ചിനടുത്തുള്ള റോഡിൽ ദിശ സൂചന ബോർഡ് സ്ഥാപിച്ചു. കുമ്പള ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ആരിഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റിന് കാസർഗോഡ് തുടക്കമായി. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റിന് കാസർഗോഡ് അണങ്കൂരിലുള്ള ശാരദാ സഭാ ഭവനിൽ തുടക്കമായി. വീരാഞ്ജനേയ വ്യായാമശാല, ഗുഡ് മോർണിംഗ് കാസർഗോഡ് എന്നിവയുടെ പങ്കാളിത്തത്തോടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ പൂർണ്ണ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മത്സരം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത ജാതികളിലും വ്യത്യസ്ത മതങ്ങളിലും വ്യത്യസ്ത സംസ്കാരങ്ങളിലും വിശ്വസിക്കുന്ന ആളുകൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഇവിടെ ഏകോദര സഹോദരന്മാരെ പോലെ, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കളെ പോലെ എപ്പോഴും ഒരുമിച്ച് സന്തോഷത്തിൽ സൗഹാർദ്ദത്തിൽ കഴിയുന്നു എന്നതാണ് കാസർഗോഡിൻ്റെ പ്രത്യേകതയെന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിലേക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ ഗുസ്തി താരങ്ങളും അതുപോലെ തന്നെ ഗുസ്തിയെ സ്നേഹിക്കുന്ന ആളുകൾക്കും വന്നെത്താൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം എന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി VN പ്രസൂദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി രാജശേഖരൻ നായർ B, സ്പോർട്സ് കൗൺസിൽ അംഗം TV ബാലൻ, കാസർഗോഡ് മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, റീത്ത R, രജനി K, P രമേശ്, ഷുക്കൂർ തങ്ങൾ, ഹാരിസ് ചൂരി എന്നിവർ സംസാരിച്ചു. റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് മല്യ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് സദാനന്ദ റൈ നന്ദിയും പറഞ്ഞു. Next ball, Yadav VK Kannur. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതിയായ രേഖകളില്ലാതെ KSRTC ബസ്സിൽ പണം കടത്തിയ ദക്ഷിണ കന്നഡ സ്വദേശി പിടിയിൽ. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് 20,80,000 രൂപ കടത്തുന്നതിനിടെയാണ് പ്രതി ജയശീല പുട്ടണ്ണ ഷെട്ടി പിടിയിലായത്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് KSRTC ബസ്സിൽ 20,80,000 രൂപ മതിയായ രേഖകളില്ലാതെ കടത്തുന്നതിനിടെ ഒരാൾ അറസ്റ്റിൽ. ദക്ഷിണ കന്നഡ ജില്ലയിലെ ജയശീല പുട്ടണ്ണ ഷെട്ടി എന്നയാളാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച വൈകുന്നേരം മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബസ് പരിശോധനയിലാണ് രേഖകളില്ലാത്ത പണം പിടിച്ചെടുത്തത്. മംഗലാപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് വരുന്ന ബസ്സിലായിരുന്നു പ്രതി പണം കടത്തിയത്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ആരിൽ നിന്നോ എവിടേക്കാണ് ഈ പണം കൊണ്ടുപോയതെന്നോ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കന്യാസ്ത്രീകളെ നക്സലറ്റ് എന്ന് വിളിക്കുന്ന BJPയും സംഘപരിവാർ സംഘടനകളും യേശുക്രിസ്തുവിൻ നക്സലേറ്റ് ആയിരുന്നു എന്ന് പറയുന്ന നാളുകൾ വരാനിരിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പള്ളിക്കരയിൽ നിർമ്മിച്ച CPM ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
കന്യാസ്ത്രീകളെ നക്സലേറ്റ് എന്ന് വിളിക്കുന്ന BJPയും സംഘപരിവാർ സംഘടനകളും യേശുക്രിസ്തുവും നക്സലേറ്റ് ആയിരുന്നുവെന്ന് പറയുന്ന നാളുകൾ വരാനിരിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പള്ളിക്കരയിൽ നിർമ്മിച്ച CPM ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയെ ഇഴക്കേറി പരിശോധിക്കാൻ അധികാരമുള്ള സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിശ്ചയിക്കാനൊരുങ്ങിയപ്പോൾ അത് മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവന്ന നരേന്ദ്രമോദിയും കൂട്ടരും പാർലമെന്റിനെ വകവയ്ക്കുമെന്ന് കരുതേണ്ടെന്നും MA ബേബി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ അംഗങ്ങളെ ചേർന്നാൽ ഇങ്ങനെ വേണം തെരഞ്ഞെടുക്കാൻ എന്ന് ഈ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? നരേന്ദ്രമോദി ഗവൺമെന്റ് സുപ്രീം കോടതി പറഞ്ഞതിനെ മനസ്സിൽ ചവിട്ടുകൊട്ട് ഇട്ടിട്ട് ഒരു തീരുമാനമെടുത്തു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി നയിക്കുന്ന ക്യാബിനറ്റിലെ ഒരു മെമ്പർ, ഒരു ക്യാബിനറ്റ് മെമ്പർ. ഇപ്പൊ എന്തായി? 3-2 ഭൂരിപക്ഷം ഭരിക്കുന്ന പാർട്ടിക്ക്. അപ്പൊ പിന്നെ എന്തിന് പ്രതിപക്ഷ നേതാവ് പോകണം മീറ്റിങ്ങിന്? അവിടെ വല്ല കാപ്പിയോ ബിസ്ക്കറ്റോ ഒരു ടൂറിൽ അത് കഴിച്ചിട്ട് പോരാ. അതല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാവില്ല പ്രതിപക്ഷം. അപ്പൊ ഇത്തരത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കാൻ നിയുക്തമായ, ഭരണഘടനയിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് സുപ്രീം കോടതി. ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കാനുള്ളത്. ആ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സമിതിക്ക് രൂപം നൽകിക്കൊണ്ട് നിർദ്ദേശം വെച്ചപ്പോൾ ലജ്ജയില്ല. സംഘാടക സമിതി ചെയർമാൻ K. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. PA ഗോവിന്ദൻ സ്മാരക ഹാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLAയും EMS സ്മാരക ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമനും ഉദ്ഘാടനം ചെയ്തു. CH കുഞ്ഞമ്പു MLA നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ പതാക ഉയർത്തി. പാർട്ടി ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി ജില്ലയിലെത്തിയ MA ബേബിക്ക് പള്ളിക്കര ലോക്കൽ കമ്മിറ്റിയുടെ ഉപഹാരം മുൻ MLA K. കുഞ്ഞിരാമൻ കൈമാറി. എഞ്ചിനീയർ രാജൻ പൂച്ചക്കാടിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മുൻ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, K. മണികണ്ഠൻ, MK വിജയൻ, M. കുമാരൻ, P. ലക്ഷ്മി, P. മണിമോഹൻ, കുന്നൂച്ചി കുഞ്ഞിരാമൻ, KV ഭാസ്കരൻ, VV സുകുമാരൻ, M. ഗൗരി, K. സന്തോഷ് കുമാർ, T. സുധാകരൻ, PK അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വരമഹാലക്ഷ്മി പൂജ ഭക്തിയുടെ നിറവിൽ നടന്നു. പുലിക്കുന്ന് ശ്രീ ജഗദാംബ ദേവി ക്ഷേത്രത്തിൽ നടന്ന പൂജയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ചന്ദ്രശേഖര നാവട പൂജയ്ക്ക് നേതൃത്വം നൽകി. ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന പ്രധാന ഹൈന്ദവ ഉത്സവമായ വരമഹാലക്ഷ്മി പൂജ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി ഭക്തിപൂർവ്വം നടന്നു. പുലിക്കുന്ന് ശ്രീ ജഗദാംബ ദേവി ക്ഷേത്രത്തിൽ ജഗദാംബ മഹിളാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വരമഹാലക്ഷ്മി പൂജ സംഘടിപ്പിച്ചു. ചന്ദ്രശേഖര നാവട പൂജയ്ക്ക് നേതൃത്വം നൽകി. ഉള്ളാൾത്തി മഹിളാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടിയടുക്ക ശ്രീ ദുർഗാപരമേശ്വരി ഉള്ളാൾത്തി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ വരമഹാലക്ഷ്മി പൂജ നടന്നു. നിരവധി ഭക്തർ എത്തിയിരുന്നു. കാർമാർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ദേലമ്പാടി ഗണേശ് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വരമഹാലക്ഷ്മി പൂജ സംഘടിപ്പിച്ചു. പ്രധാനമായും വിവാഹിതരായ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ക്ഷേമത്തിനായി നടത്തുന്ന പൂജയിൽ നിരവധി സ്ത്രീകളാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് CPCRIയിൽ ബാക്ക് ടു ഹിൽ ബ്ലോക്ക് എന്ന പേരിൽ റീയൂണിയൻ സംഘടിപ്പിച്ചു. വിരമിച്ച CPCRI സീനിയർ ഉദ്യോഗസ്ഥൻ കരുണാകരൻ നമ്പ്യാർ റീയൂണിയൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് CPCRI ബാക്ക് ടു ഹിൽ ബ്ലോക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച റീയൂണിയൻ പ്ലാറ്റിനം ജൂബിലി ഹാളിൽ നടന്നു. യോഗം വിരമിച്ച CPCRI സീനിയർ ഉദ്യോഗസ്ഥൻ കരുണാകരൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ വ്യക്തികൾ അവരുടെ പഴയ ഓർമ്മകൾ അയവിറക്കി സംസാരിച്ചു. ദീർഘകാലം കാണാതെ കണ്ടതിന്റെ സ്നേഹവും എല്ലാവരും പങ്കുവച്ചു.
പ്രോഗ്രാം കോർഡിനേറ്റർ AS മുരളീധരൻ സ്വാഗതവും സീനിയർ ഉദ്യോഗസ്ഥനായി വിരമിച്ച A ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SKSSF കുമ്പള യൂണിറ്റ് ആഭിമുഖ്യത്തിൽ കുമ്പള ചർച്ചിനടുത്തുള്ള റോഡിൽ ദിശ സൂചന ബോർഡ് സ്ഥാപിച്ചു. കുമ്പള ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ആരിഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കുമ്പള ബദിയെടുക്ക റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ത്വാഹ മസ്ജിദ്, ശ്രീ ഗോപാലകൃഷ്ണ ഭജന മന്ദിരം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ചർച്ചിനടുത്ത് നിന്നുള്ള റോഡിൽ ദിശ സൂചനാ ബോർഡ് സ്ഥാപിച്ച് കുമ്പള യൂണിറ്റ് SKSSF മാതൃകയായി. കുമ്പള ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ആരിഫ് ഉദ്ഘാടനം നിർവഹിച്ചു. SKSSF കുമ്പള ശാഖ പ്രസിഡന്റ് ജബ്ബാർ മൗലവി അധ്യക്ഷത വഹിച്ചു. നൌഷാദ് MM കുമ്പള, ത്വാഹ ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഫിൽ റാഷിദ് ഫൈസി എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ശാഖാ സെക്രട്ടറി ഷെരീഫ് ഫൈസി ആമുഖ ഭാഷണം നടത്തി. ബദ്രുദ്ദീൻ കണ്ടത്തിൽ, SKSSF ശാഖ ഭാരവാഹികളായ ഷിഹാബ് M, ഖാലിദ് കുമ്പള, ഹിജാൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു. വർക്കിംഗ് സെക്രട്ടറി ആഷിർ വളവിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാന്യ ലക്ഷ്മി വെങ്കടേശ്വര നിവാസത്തിൽ ബേള ശിവശങ്കർ ഭട്ടിന്റെ നേതൃത്വത്തിൽ പൊതു വരമഹാലക്ഷ്മി പൂജ നടത്തി. ശ്രീശാസ്ത മഹിളാ ഭജന സംഘം അവതരിപ്പിച്ച ഭജനയും ശ്രദ്ധേയമായി. മാന്യ ലക്ഷ്മി വെങ്കടേശ്വര നിവാസത്തിൽ ബേള ശിവശങ്കർ ഭട്ടിന്റെ നേതൃത്വത്തിൽ പൊതു വരമഹാലക്ഷ്മി പൂജ നടത്തി. സീതമ്മ, ലക്ഷ്മി ഷെട്ടി, ഉഷ അനിൽകുമാർ, സുരേഷ്, മഞ്ജുള, അരുൺകുമാർ, രൂപ വെങ്കടേഷ് തുടങ്ങി 160-ലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. പൂജയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക സമ്മാനങ്ങളും നൽകി. ശാസ്ത മഹിളാ ഭജന സംഘം അവതരിപ്പിച്ച ഭജനയും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനിൽ റോഡ് അപകടകരമായി മുറിച്ചു കടന്ന വിദ്യാർത്ഥികൾ. ദേശീയപാതയിൽ ഇതിനകം ഫ്ലൈ ഓവർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ അത് ഉപയോഗിക്കാതെ അപകടകരമായി ഡിവൈഡറിന് മുകളിലൂടെ ചാടി റോഡ് മുറിച്ചു കടക്കുന്നത് നിത്യകാഴ്ചയെന്ന് നാട്ടുകാർ. മഞ്ചേശ്വരം രാഗം ജംഗ്ഷന് സമീപമുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജിലും കണ്ണൂർ സർവകലാശാലയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫ്ലൈ ഓവർ ഉപയോഗിക്കാതെ ഡിവൈഡർ ചാടി വേഗതയേറിയ വാഹനങ്ങൾക്കിടയിൽ റോഡിന്റെ മറുവശത്തേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ സ്ഥലത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ നിരവധി അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപപ്പെടുത്തി നടത്തിയ പ്രക്ഷോഭത്തിന് ശേഷമാണ് ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത്. എന്നാൽ ഇപ്പോഴും ട്രെയിനിലെത്തുന്ന വിദ്യാർത്ഥികൾ വണ്ടികളുടെ വേഗതയെ അവഗണിച്ച് ഡിവൈഡർ ചാടി റോഡിലിറങ്ങുന്ന ദൃശ്യം ഭയാനകമാണ്. അധികൃതർ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നും ഫ്ലൈ ഓവർ ഉപയോഗിക്കാനുള്ള നിർദ്ദേശങ്ങളും ബോർഡുകളും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മടിക്കൈ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാലിച്ചാമ്പുതിയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. ജനകീയ ഭരണസമിതി പഞ്ചായത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തതിന്റെ 75-ാം വാർഷികാഘോഷം നാടിന്റെ ആഘോഷമായ കാഴ്ചയാണ് മടിക്കയിൽ കണ്ടതെന്നും രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും അർത്ഥവത്താക്കുന്ന ഇടപെടലാണ് 75 വർഷം മുൻപ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മടിക്കയുടെ മണ്ണിൽ നടത്തിയതെന്നും CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. 75-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം മടിക്കൈ കാലിച്ചാമ്പുതിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മടിക്കയിൽ യഥാർത്ഥ ജനാധിപത്യം സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്ത പുരോഗമന പ്രസ്ഥാനം, ചെങ്കൊടി പ്രസ്ഥാനം, തൊഴിലാളി വർഗ പ്രസ്ഥാനം ഇവിടെ ജനങ്ങളുമായി പുലർത്തിപ്പോന്ന ദൃഢമായ ഛേദിച്ചു കളയാൻ സാധിക്കാത്ത ബന്ധം, ആ ബന്ധത്തിന്റെ ഫലമായി മടിക്കയിലെ ജനങ്ങൾ പഞ്ചായത്തിലെ കാര്യങ്ങൾ നോക്കാൻ മടിക്കയിൽ വേറെ ആരും ഇങ്ങോട്ട് വരണ്ട, ഈ ചെങ്കൊടി പ്രസ്ഥാനം മതി, ചെങ്കൊടി പ്രസ്ഥാനം തന്നെ മതി എന്നീ 75 വർഷവും തീരുമാനിക്കുന്ന അത്യന്തം ആവേശകരവും. പരിപാടിയുടെ ഭാഗമായി കണിച്ചിറ, കണ്ണിപ്പാറ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാരംഭിച്ച പ്രകടനം കാലിച്ചാമ്പുതിയിൽ സമാപിച്ചു. 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾക്കും ഇതോടെ തുടക്കമായി.
സ്വാഗത സംഘം ചെയർമാൻ സി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ MLA, സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ, നേതാക്കളായ P കരുണാകരൻ, MV ബാലകൃഷ്ണൻ, ബേബി ബാലകൃഷ്ണൻ, KV കുമാരൻ, P അപ്പുക്കുട്ടൻ, PP മുഹമ്മദ് റാഫി, PK നിശാന്ത്, M രാജൻ, CK ശ്രീധരൻ, S പ്രീത, V പ്രകാശൻ, TV ശാന്ത, K നാരായണൻ, മടത്തിനാട്ട് രാജൻ, KM വിനോദ്, ഷാനവാസ് പാദൂർ, ശശീന്ദ്രൻ മടിക്കൈ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മടിക്കൈ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ 25-26 തീയതികളിൽ നടക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ 25-26 തീയതികളിലായി കാഞ്ഞങ്ങാട് വെച്ച് നടക്കും. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ KV സുജാത സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. AKPA ജില്ലാ പ്രസിഡന്റ് TV സുഗുണൻ അധ്യക്ഷനായി. AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ ഇൻചാർജുമായ സജീഷ് മണി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് CK ആസിഫ്, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ, AKPA സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റ് അനൂപ് ചന്ദേര, ജില്ലാ PRO രാജീവൻ രാജപുരം, ജില്ലാ ഫോട്ടോഗ്രാഫി ക്ലബ് കോർഡിനേറ്റർ ശ്രീജിത്ത് നീലായ്, ജില്ലാ വെൽഫെയർ ചെയർമാൻ BA ഷെരീഫ്, ജില്ലാ സ്പോർട്സ് ക്ലബ് കോർഡിനേറ്റർ രതീഷ് ജാമു, ജില്ലാ ബ്ലഡ് ഡൊണേഷൻ ക്ലബ് കോർഡിനേറ്റർ അനിൽ കാമലോൻ, കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് രമേശൻ മാവുങ്കാൽ, കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് MK സണ്ണി, കുമ്പള മേഖലാ പ്രസിഡന്റ് അപ്പണ്ണ, നീലേശ്വരം മേഖലാ സെക്രട്ടറി ദിനേശൻ നൊളവറ, മുൻ ജില്ലാ ഭാരവാഹികളായ NA ഭരതൻ, NV മനോഹരൻ എന്നിവർ സംസാരിച്ചു. AKPA ജില്ലാ സെക്രട്ടറി VN രാജേന്ദ്രൻ സ്വാഗതവും ജില്ലാ ട്രഷറർ NK പ്രജിത്ത് നന്ദിയും പറഞ്ഞു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ട്രേഡ് ഫെയർ, ഫോട്ടോ പ്രദർശനം, ഫോട്ടോഗ്രഫി മത്സരം, പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം എന്നിവയും നടക്കും. സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രക്ഷാധികാരികളായി കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ KV സുജാത, AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി എന്നിവരെ തിരഞ്ഞെടുത്തു. സ്വാഗത സംഘം ചെയർമാനായി AKPA ജില്ലാ പ്രസിഡന്റ് TV സുഗണനെയും കൺവീനറായി ജില്ലാ സെക്രട്ടറി VN രാജേന്ദ്രനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യുദ്ധവിരുദ്ധ സന്ദേശവുമായി മടിക്കൈ സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. ചടങ്ങ് വാർഡ് മെമ്പർ N ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 6 ആരംഭിച്ച് 9 വരെ മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത്. സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ്, ശാസ്ത്ര ക്ലബ്, വിദ്യാരംഗം, കലാസാഹിത്യവേദി, SPCJRC തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. ഇനിയൊരു യുദ്ധം വേണ്ട, യുദ്ധം മാനവരാശിക്ക് ദോഷം തുടങ്ങിയ സന്ദേശവുമായി യുദ്ധവിരുദ്ധ റാലി, സഡാക്കോ കൊക്കുപറത്തൽ, യുദ്ധവിരുദ്ധ സ്കിറ്റ്, പ്രസംഗം, യുദ്ധവിരുദ്ധ ഗാനം, യുദ്ധസ്മാരകത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശം രേഖപ്പെടുത്തൽ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് നടത്തിയത്. ചടങ്ങ് വാർഡ് മെമ്പർ N ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഒരു കൂട്ടക്കുരുതിയാണ് ഹിരോഷിമയിലും അതോടൊപ്പം നാഗസാക്കി ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നടന്ന മനുഷ്യത്വരഹിതമായ ബോംബാക്രമണത്തിൽ നിരപരാധികളായ ആളുകളാണ് മരിച്ചു വീണത്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും പലതരത്തിലും നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഒരുപാട് കാലത്തെ യുദ്ധാനന്തര ഫലം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് M പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് V ശാലിനി, വിവിധ ക്ലബ്ബുകളുടെ ചാർജ് വഹിക്കുന്ന അധ്യാപകരായ PK പ്രമോദ്, C ശാരദ, V ബിന്ദു എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ K പ്രീത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി PD സീമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റിന് കാസർഗോഡ് തുടക്കമായി. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മതിയായ രേഖകളില്ലാതെ KSRTC ബസ്സിൽ പണം കടത്തിയ സംഭവം. ദക്ഷിണ കന്നഡ സ്വദേശി പിടിയിൽ.
കാസർഗോഡ് CPCRയിൽ റീയൂണിയൻ സംഘടിപ്പിച്ചു. ബാക്ക് ടു ഹിൽ ബ്ലോക്ക് എന്ന പേരിലായിരുന്നു പരിപാടി. പള്ളിക്കരയിൽ നിർമ്മിച്ച CPM ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം നടന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. കുമ്പള ചർച്ചിനടുത്തുള്ള റോഡിൽ ദിശസൂചന ബോർഡ് സ്ഥാപിച്ചു. കുമ്പള ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ആരിഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.